നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഏറെ ആശ്രയിച്ചു വരുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ കൊറോണ വ്യാപനത്തെ തുടർന്ന് എല്ലാം തകിടം മറിയുകയുണ്ടായി. ഏറെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ നിയന്ത്രണങ്ങളോടെ കൂടുതൽ ഇളവുകൾ നൽകി തങ്ങളുടെ സാധാരണ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ്. 54 പേർ കൂടി മരിച്ചതോടെ ഗൾഫിൽ കോവിഡ് മരണസംഖ്യ 2185 ആയി. 6400ഓളം പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 3,80,000 കവിഞ്ഞു. കൂടുതൽ ഇളവുകൾ നൽകി ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഗൾഫ് രാജ്യങ്ങൾ ശക്തമാക്കി. സൗദിയിൽ 37, കുവൈറ്റിൽ 7, ഖത്തറിൽ 4, ഒമാനിൽ 3, ബഹ്റിനിൽ 2, UAEയിൽ 1 കോവിഡ് മരണം. മരിച്ചവരിൽ 7 മലയാളികളും ഉൾപ്പെടും. സൗദി ഒഴികെ മറ്റിടങ്ങളിൽ രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഖത്തറിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 1000-നും ചുവടേക്ക് വന്നു. 5000-ഓളം പേർക്ക് കൂടി രോഗം ഭേദമായി. മരണസംഖ്യയും രോഗികളുടെ എണ്ണവും ഉയർന്ന സൗദിയിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ കടകമ്പോളങ്ങളും മറ്റും തുറന്നു പ്രവർത്തിക്കാൻ അവസരമൊരുങ്ങി. രോഗവ്യാപനം കുറഞ്ഞ UAE ആകട്ടെ കൂടുതൽ ശക്തമായി വിപണി തിരിച്ചുപിടിക്കാനുള്ള നടപടികളിലാണ്. വിനോദസഞ്ചാരികളെ അടുത്ത മാസം 7 മുതൽ സ്വീകരിച്ചു തുടങ്ങും. ഇന്ന് മുതൽ റെസിഡൻസ് വിസക്കാർക്ക് ദുബായിൽ തിരിച്ചെത്താം. ഖത്തറിൽ സ്വകാര്യ ആശുപത്രികൾക്ക് കോവിഡ് ടെസ്റ്റിന് അനുമതി നൽകിയത് പ്രവാസികൾക്ക് സൗകര്യമായി. ഫീസ് 50 റിയാലിൽ കൂടരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.